ഹബീബികളെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആശുപത്രിയിലെ വർക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് കണ്ട് ഞാൻ റൂമിലെത്തി വീട്ടിലേക്കും വിളിച്ച് എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരുന്നു. എന്താണ് ഗൈസ് എല്ലാവരും വിശേഷങ്ങൾ? കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോസ് ഒന്നും ഇല്ലാണ്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ലേ? പക്ഷെ ഇനി മുതൽ എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പറ്റുമെന്നറിയില്ല, നോക്കട്ടെ. പറ്റുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് തരാൻ ഞാൻ നോക്കും. ഓക്കെ. എന്നാലും ഞാൻ അങ്ങനെ ആലോചിക്കാൻ കേട്ടോ, എൻ്റെ ഓഫീസിലുള്ള ഒരുത്തനെ ഓല വീട്ടിൽ 8 ആൾക്കാരുണ്ട്. ഓനാണ് ഈ 8 ആൾക്കാരെ കാര്യങ്ങൾ നോക്കുന്നത്. ഞാൻ എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നു, 8 ആളെ കാര്യങ്ങൾ മൊത്തം ഈ ചെറുക്കൻ നോക്കുന്നുണ്ട്. ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല. നമുക്കാകെ 2-3 ആൾക്കാരും ഈ 2-3 ആൾക്കാരെയും നോക്കാൻ പറ്റുക, അങ്ങോട്ട് തികയണില്ല. അതെന്തായിരിക്കും ഗൈസ്? എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ? ഗൈസ്, ഞാനൊരു പാവപ്പെട്ടവൻ തന്നെ കേട്ടോ. എനിക്ക് വേറെ ജോബ് നോക്കണം, നല്ല എന്തെങ്കിലും വേറെ ഒരു 5000 ശമ്പളമുള്ളൊരു ജോലി. 5000 തറപ്പസ് പറയുമ്പോൾ നാട്ടിലൊരു 1,00,000-ൻ്റെ മുകളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാം. ഹലോ, ഒരു ഹൈദരാബാദി ബിരിയാണി, പിന്നെ 2 ഐസ്ക്രീം, ഒരു മാംഗോ സ്മോള് അല്ലേ? അതന്നെ ഓർഡർ. ഓക്കെ, ഞാൻ അത് വരുന്നു. ശരി. ഈ പാൻറ്റ് കണ്ടിട്ട് എന്താ പൂച്ച മാന്തിയതാണോ നായി മാന്തിയതാണോ ചോദിക്കണ്ട, ഇതിൽ വേറെ വിറ്റുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ പാൻറ്റ് ഇട്ടിട്ടാണ് തന്നെയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ അന്ന് എന്നോട് ഒരുത്തൻ ചോദിച്ചു, ഒരു ആദിൽ എന്ന് പറഞ്ഞ ചെക്കൻ, എന്നോട് ചോദിച്ചു ഈ പാൻറ്റ് അവിടെ നിന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഷോപ്പ് പറഞ്ഞെടുത്തു, ഇന്ന പോലത്തെ ഷോപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതിങ്ങനെ മൂട്ടിയതാണോ ഷേപ്പാക്കിയതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഷേപ്പാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓനിങ്ങനെ എത്ര ആവും ഷേപ്പാക്കാൻ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഷേപ്പാക്കാൻ ഇത്രയൊക്കെ ഉള്ളൂ ഒക്കെ പറഞ്ഞെടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ പാൻറ്റ് ഇപ്പോഴും അവിടെ തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കാരണം അതിൻ്റെ തലേ ദിവസം ഞാൻ ആ ഷോപ്പിൽ പോയിനു, സാധനം അവിടെ ഉണ്ട്. കുറേ അതിൻ്റെ ഏകദേശം കുറേ സൈസൊക്കെ അവിടെ തന്നെ ഉണ്ട്. കാരണം അങ്ങനത്തെ ഷോപ്പിൽ സെയിം സാധനങ്ങൾ അവിടെ ഉണ്ടാവും, പോവില്ല. അപ്പോൾ ഇനി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും സെയിം സ്റ്റോക്ക് തന്നെയാണ് അവിടെ വരിക. അപ്പം ഈ ചെറുക്കന് ഇന്ന് ഞാനും ഈ പാൻറ്റ് ഇട്ട് കാണുന്നത്, ഓനും ആ പാൻറ്റ് ഇട്ട് കാണുന്നത്. ആ ചെറുക്കൻ ഈ പാൻറ്റിനെ അങ്ങോട്ട് മൂട്ടിക്കാണ്ട് വേറെ ഒരു ടൈപ്പാക്കി വെച്ചേക്കുക. എനിക്കത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലേ ഓണം മൂട്ടാൻ തോന്നി എനിക്ക്. പിന്നെ ഗൈസ്, ഞാൻ അത്ര വലിയ ജഡ്ജ്മെൻറ്റിലുള്ള ആളൊന്നുമല്ല കേട്ടോ. എനിക്കങ്ങനെ ജഡ്ജ്മെൻറ്റ് തീരെ ഇഷ്ടമല്ല. അത് അലക്കി കൊണ്ടുവന്ന ഈ സാധനം അതാ വീണെടുക്കണോ? അലക്കിക്കാണ്ട് അലക്കിക്കാണ്ട് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകരുത്. എന്തായാലും ഇവിടെ നിലത്തോടെ മുക്കും. ഒരു ബക്കറ്റിലാക്കിക്കാണ്ട് കൊണ്ടുപോയി. ആദ്യം ഗൾഫിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ എന്താ പറഞ്ഞേ? ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞേ?